ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനന്ത്വാൻ ലച്ചു. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊന്നുമല്ല, ചെറുതായിട്ടൊരു നോർമൽ ഡേ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ പതിവ് പോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നോയമ്പൊക്കെയാണെന്നറിയാമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ ഓർത്തൊക്കെ വന്നതായിരുന്നു. വൈകുന്നേരം അരിയൊക്കെ അരച്ചിട്ടൊക്കെ ഞാൻ കിടന്നതായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും അരിമാവെല്ലാം പുളിച്ച് പൊങ്ങി ചാടി. ഞാൻ വന്നപ്പോഴത്തേക്കും അടുപ്പിൻ്റെ അടുത്താണല്ലോ വെക്കുന്നത്, അവിടെ ഫുള്ള് ചാടി കിടക്കുന്നു. പിന്നെ ഞാൻ വന്നിട്ട് ഒരു പാത്രത്തിലേക്കൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെയായിരുന്നു. കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, മൊത്തം പൊങ്ങി ചാടി. അവിടെയൊക്കെ ഇനി ക്ലീൻ ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 10 പേരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ 10 പേരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയൊരു ഉപകാരമായിരുന്നു. നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ നമുക്ക് വളരെ കുറവാണ്. അപ്പം നമ്മളെയും കൂടി ഒന്ന് പരിഗണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫാമിലിയിലേക്കും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് കൊടുക്കണം. മാക്സിമം പറ്റുന്ന പോലെ എല്ലാവരും ഒന്ന് ചെയ്യണം. അപ്പോൾ അതാണ് പറയാനായിട്ടുള്ളത്. നമ്മുടെ ഇഡലി അപ്പം അടുപ്പിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, അതവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് കറിക്കുള്ള കാര്യങ്ങൾ നോക്കണം. സാമ്പാർ ഉണ്ടാക്കാൻ ഓർത്തു. അപ്പം നമുക്ക് കറിക്കുള്ളത് ശരിയാക്കാം. ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം കുക്കറിലാക്കി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, അതവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പൂ പോലത്തെ സോഫ്റ്റ് ഇഡലി റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി കറി ആവേണ്ട താമസം മാത്രമേ ഉള്ളൂ നമുക്ക് ഇഡലി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇഡലിയുടെയും സാമ്പാറിൻ്റെയും കൂടെ ഒരു ചെറിയൊരു ചമ്മന്തി അരയ്ക്കാമെന്ന് ഓർത്തു. അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ തേങ്ങയൊക്കെ ചിരകണം. അതിനു മുമ്പ് ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാവേ. ഇതെനിക്ക് ഇരുന്ന് ചിരണ്ടാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് ചേട്ടൻ എനിക്ക് ചിരവ ഉണ്ടാക്കി തന്നിരിക്കുന്നതാണ്. പാത്രമൊക്കെ ഇങ്ങനെ വെച്ച് നമുക്കിരുന്ന് നമ്മുടെ സൗകര്യത്തിന് ചിരണ്ടാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഈ വർക്കാണ് ചെയ്യുന്നത്. വെൽഡിങ് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയതാണ്. കുറച്ച് കാലപ്പഴക്കം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അതിൻ്റെ പെയിൻറ്റൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കും. ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കാം കേട്ടോ. ചേട്ടയുടെ വർക്കിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഇപ്പോൾ ഇട്ട് കാണിക്കാം. ഇതൊക്കെ ചേട്ടൻ ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടെന്ന് പറഞ്ഞേ. ഹലോ അപ്പോൾ ആദ്യക്കുട്ടനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഡലി സാമ്പാറുമാണ് ഞാൻ എടുത്തത്. ചമ്മന്തി എനിക്ക് ഇഷ്ടമില്ല ഗൈസ്, തേങ്ങയോട് വലിയ ഇഷ്ടം എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സാമ്പാറും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്. വീടിന് ചുറ്റും ഏലത്തോട്ടാണ് ഗൈസ്, ചുറ്റും ഏലത്തോട്ടാണ്. അതിന് നടുക്കാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. അപ്പം ഭയങ്കര തണുപ്പും മരങ്ങളൊക്കെയാണ്, ചുറ്റും മരങ്ങളൊക്കെയാണ് അതുകൊണ്ട് വലിയ വെയിലൊന്നും നമുക്കില്ല കേട്ടോ. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇത് നമ്മുടെ പറമ്പായിരിക്കും. അങ്ങനെയൊക്കെ അല്ല കേട്ടോ, നമ്മളിവിടെ റെൻറ്റിന് താമസിക്കുകയാണ്. ഇതിവിടെ ഓണറുടെ പറമ്പാണ്, ഫുള്ള് ഏലാണ്, നമ്മുടെ അല്ല കേട്ടോ. നമ്മൾ ശരിക്കും ചേട്ടായിക്ക് ഇവിടെ വർക്കൊക്കെ ആയതുകൊണ്ട് നമ്മളിവിടെ വന്ന് താമസിക്കുന്നതാണ്. ഇത് ഇടുക്കി ജില്ലയാണല്ലോ, നമ്മൾ കോട്ടയം ജില്ലയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടല്ല. അതായിട്ട് വീടൊക്കെ വെക്കണതൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ദൈവം നടത്തി തരുമായിരിക്കും. നമ്മളെപ്പോലെ റെൻറ്റിന് താമസിക്കുന്നവരൊക്കെ കാണുമല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹമൊക്കെ എന്തെങ്കിലും ദൈവം പരിഗണിക്കും. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് പുറത്തേക്കൊന്ന് പോയി. സിനിമയ്ക്ക് പോയതായിരുന്നു, പുഷ്പ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. തിരിച്ചു പോകുന്നപ്പോഴത്തേ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.